സുഹൃത്തുക്കളെ, ഏതാനും ചില മണിക്കൂറുകൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു. പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയുന്നു കുട്ടികൾ ആവശ്യപ്പെടുന്നത് നമസ്കാര മുറിയാണ് നിർമ്മല കോളേജില്. അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡിനും കുട്ടികൾ തയ്യാറല്ല. കോളേജ് പ്രിൻസിപ്പൽ മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പ്രകടനവുമായി മുന്നോട്ട് വന്നത്. അവരുടെ മുദ്രാവാക്യത്തിൽ തന്നെ ഉണ്ടത്. അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളും ആ രൂപത്തിൽ തന്നെയായിരുന്നു. അതിൽ തന്നെ അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് നമസ്കാരമുറി തന്നാൽ എന്താ എന്നാണ്. പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ ആവശ്യം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് 2 മഹല്ല് കമ്മിറ്റിക്കാർ എങ്ങനെ മീഡിയകൾ വഴി വന്ന് മാപ്പ് പറയും? ഇതിവിടെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. അതായത് മുസ്ലിം പള്ളികളിൽ 95% പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ആ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുവല്ലേ. ഇന്ന് ഇസ്ലാം മതം എന്താണ് സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പൊ ആ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ജനങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്താൽ നമ്മുടെ മതം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നും അവർക്ക് ഇസ്ലാമിന്റെ രീതികളെ കുറിച്ച് വ്യക്തമായ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകുമെന്നും പറഞ്ഞു മഹല്ല് കമ്മിറ്റി മുമ്പോട്ട് വന്നത്. അപ്പൊ അവരെ ഇളക്കി വിട്ടതാരാ? നിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെന്ന് നമസ്കരിക്കാൻ ഒരു റൂം ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് അവരെ പിരികേറ്റി വിട്ടതാരാ? ഈ കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാ. അവർക്ക് നാളെയും ഈ സ്ഥാപനത്തിൽ പഠിച്ചു മുന്നോട്ട് പോകണം. ഒരിക്കലും ഈ രൂപത്തിൽ ഒരു പ്രകടനവും പ്രതികരണവുമായി കുട്ടികൾ വരില്ല. അപ്പോൾ കുട്ടികളെ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിപ്പിച്ചത് ആരാണെന്ന് ആലോചിച്ച് നോക്ക്. നമസ്കാര മുറിയെ ചൊല്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ്, ജസ്റ്റിൻ കെ കുര്യാക്കോസ് എന്നാണ് ഞാൻ വേറൊരിടത്തിനകത്ത് കണ്ടത്, എന്തോ ആവട്ടെ, ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ച സംഭവത്തിൽ മഹല്ല് കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചു. ഖേദം പ്രകടിപ്പിക്കേണ്ടതാരാ? ഇത് ഖുർആനിലെ രീതിയല്ലേ ഉസ്താദേ? ആദം, അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അങ്ങനെ അവൻ നിഷേധികളിൽപ്പെട്ടവനായി തീർന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. സത്യത്തിൽ ഇബ്ലീസിനെ അള്ളാഹു വിളിച്ചിട്ടില്ല. ഇബ്ലീസ് തീയാൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. അവൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ 9ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു, 10ാം ക്ലാസ്സുകാർ വന്നില്ല. 10ാം ക്ലാസ്സുകാരെ പുറത്താക്കി സ്പെഷ്യൽ ക്ലാസ് വെച്ചത് 9ാം ക്ലാസ്സുകാർക്കല്ലേ? ഈ മുദ്രാവാക്യം മുഴക്കി ഈ കോളേജിന്റെ പേരിന് കളങ്കമുണ്ടാക്കാനും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം എന്ന നഞ്ച് കലക്കാനും ശ്രമിച്ച കുട്ടികൾക്ക് വേണ്ടി മഹല്ല് കമ്മിറ്റിക്കാർ എന്തിന് ഖേദം പ്രകടിപ്പിക്കണം? എന്തിന് മാപ്പ് പറയണം? കുട്ടികളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടാണോ ഇവര് ചർച്ച നടത്തിയത്? ഇവര് ഖേദം പ്രകടിപ്പിച്ചത്? ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ സ്ത്രീ പള്ളി പ്രവേശത്തെ സംബന്ധിച്ച് മീഡിയകളിൽ കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നു. അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ മാപ്പ്. മൂവാറ്റുപുഴ നഗരസഭ അതിർത്തിയിലെ 2 മഹല്ലുകളിലെ ഇമാമുമാരും മതനേതാക്കളും ഒരുമിച്ചു. കാരണം ഇത് ഐക്യപ്പെട്ടു. എതിർഭാഗത്ത് പിച്ചി കീറപ്പെടുന്നത്, വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞമ്മന്റെ മതമാണ്. അത് പാടില്ല. അതുകൊണ്ടാണ്
മൂവാറ്റുപുഴ നഗരസഭ അതിർത്തിയിലെ 2 മഹല്ലുകൾ തമ്മിലും കൈകോർത്തു. മത നേതാക്കന്മാരും ഇതിനോടൊപ്പം നിന്നു. കോളേജ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിഷേധത്തിൽ സമുദായത്തിന് പങ്കില്ല എന്ന് പറഞ്ഞ് സമുദായത്തെ ആദ്യം രക്ഷപ്പെടുത്തി. കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമായി പോയി എന്നും പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നും മഹല്ല് കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചേമ്പലയിൽ വെള്ളമൊഴിച്ചതുപോലെ മാത്രമാണ്. ഇതുമായി യാഥാർത്ഥ്യങ്ങൾക്ക് പുലബന്ധം പോലുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ജനം ടിവിയിൽ നടന്ന ഒരു ചർച്ചയിൽ നമ്മുടെ അബ്ദുള്ള പറയണതൊന്ന് കേൾക്ക്. NNT നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പെട്ടെന്ന് കൊടുക്കുക കേട്ടോ. നമ്മുടെ മന്ത്രി റിയാസ് കൊടുത്തിട്ടുണ്ട്, ആ കേസ് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അപ്പൊ പെട്ടെന്ന് കൊടുക്ക്. ഒരുപാട് കേസുകൾ കൊടുക്കണ്ടേ, കാരണം സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുന്നില്ലല്ലോ. വേഗം കൊണ്ടു കൊടുക്ക്. ഇന്ന് കൊടുക്കുവോ അതോ നാളെ കൊടുക്കുള്ളോ? വേഗം കൊടുക്കുക കേട്ടോ. വകുപ്പുകളൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുത്തോ. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ പിന്നെ പെട്ടുപോകത്തില്ലല്ലോ. ഞാനേ പറയുന്നത് വസ്തുതകളാണെന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു ജനവിഭാഗത്തിനെങ്കിലും മനസ്സിലാകും. പക്ഷേ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതവുമായി 3.5 വയസ്സില് മദ്രസയിൽ കൊണ്ടുപോയി തലച്ചോറ് പണയം വെച്ച നിങ്ങൾക്ക് അത് ദഹിക്കില്ല. നിങ്ങൾക്കത് മനസ്സിലാകാനും പോകുന്നില്ല. ശരി, ഞാൻ അഴിയെണ്ണാൻ തയ്യാറാണ്. ആദ്യം നീ പോയിട്ടേ അഴി കെട്ട്, എന്നിട്ട് വാ. നീ അഴി കെട്ടണ്ടേ, എന്നിട്ടല്ലേ ഞാൻ അഴി എണ്ണു. ചെല്ല, വേം വരണേ പോയിട്ട്. ജാക്സൺ ഒന്നും അറിഞ്ഞിട്ടില്ല. നിർമ്മല കോളേജിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ മുസ്ലിം കുട്ടികൾക്ക് നമസ്കരിക്കാൻ പ്രത്യേകമായൊരു റൂം വേണമെന്ന് പറഞ്ഞ് ഇന്നലെ വലിയ രൂപത്തിൽ പ്രതിഷേധമായിരുന്നു. കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പൽ വളരെ കൃത്യമായി പറഞ്ഞു, സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വന്നാലും ശരി, ഇവിടെ ഒരു നമസ്കാര റൂം തുറക്കില്ല കേട്ടോ. ഓരോരുത്തർക്ക് ഉത്തരം തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എനിക്ക് പറയണ്ടേ? നിങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ആ വിഷയമല്ലല്ലോ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. നമ്മുടെ അബ്ദുള്ളയാണ് സംസാരിക്കുന്നത്. ആവശ്യപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തിയ സമരം വളരെ ആലോചിച്ചുറപ്പിച്ച് ആസൂത്രിതമായി സംഘടിപ്പിച്ചതല്ലേ? അങ്ങനെ ആസൂത്രിതമായി സംഘടിപ്പിച്ചതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ തെളിവ് വേണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ത്രീക്കും പുരുഷനും നമസ്കാരം നിർബന്ധമാണ് 5 നേരം. ഈ ചില കാരണങ്ങളാൽ ഇത് വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് കോളേജ് വിട്ടതിന് ശേഷം ഒന്നിച്ച് ചെയ്താൽ മതി. ഉച്ച നേരത്തെ നമസ്കാരത്തോടൊപ്പം വൈകുന്നേരത്തെ നമസ്കാരം നിർവഹിക്കാം, അല്ലെങ്കിൽ മറിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊരു നിർമ്മല കോളേജിൽ മാത്രമുള്ള സംഭവമല്ല, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുടനീളം ക്രൈസ്തവ മദ്രസ ബുദ്ധി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാത്തത്. ഞാനൊരു വിഷയത്തെ സംബന്ധിച്ചിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്നൊരു ചോദ്യം, നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈ ലൈവിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ കമന്റ് അത്രമാത്രം വാല്യൂബിൾ ആയി കണ്ട്, ഇല്ല ഞാൻ മദ്രസയിൽ പോയിട്ടില്ല, അതല്ലെങ്കിൽ ഞാൻ മദ്രസയിൽ പോയിട്ടുണ്ട് എന്ന് പറയണം, ബാക്കി തുടരണം. അതാണോ? ആദ്യം ലെവലേശം വെളിവോടുകൂടി വേണം ചാറ്റ് ചെയ്യാൻ. എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ എന്റെ ചാറ്റിൽ കയറി വന്നത്? ഞാൻ എന്ത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്റെ മതം ചോദിക്കുന്നത്? മതവിശ്വാസിക്കു മാത്രമേ മദ്രസയെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ. മതത്തെക്കുറിച്ച് പറയണമെങ്കിൽ മതം പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ 10-16 വർഷത്തിലധികം മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. അറബി കോളേജിൽ അധ്യാപികയായിരുന്നു, ഹൈസ്കൂളിലും അധ്യാപികയായിരുന്നു. അറബിയാണ് മെയിൻ സബ്ജക്റ്റ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോ ഓദുള്ള പറയുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത,
എല്ലാ മുസ്ലിങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മാനേജ്മെന്റുകളും ഹൈന്ദവ മാനേജ്മെന്റുകളും മുസ്ലിം മാനേജ്മെന്റും അനുകൂലിക്കുന്ന സംഭവം. ഇതെങ്ങനെയാണ് ഒരു ഇഷ്യൂ മാറിയത് എന്ന് എനിക്കറിഞ്ഞൂടാ. എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലുള്ള ആൾക്കാർ പലരും ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് ദേവഗിരി കോളേജൊക്കെ ഉള്ള കോളേജുകളിൽ എല്ലാം പഠിച്ചവരാണ്. അവർക്കൊക്കെ അവിടെ അനുവാദമുണ്ട്. ഇത് അതി കവിഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നേരത്തെ സമയം. അത് ബ്രേക്ക് ടൈമിൽ ഇവര് ക്ലാസ് റൂം ഒന്നതിന് ആവശ്യമില്ല. ചെറിയൊരു ഇടം ഒന്ന് കുമ്പിട്ട് പൊന്തുക ഇതേ ആവശ്യമുള്ളൂ. അത് അനുവദിച്ചു എന്നത് കൊണ്ട് കോളേജ് കെട്ടിടം താഴോട്ട് വീഴുകയില്ല. അഥവാ ഇനി ഒരു നിലക്ക് വരും ഇവരെ അനുവദിക്കില്ല എങ്കിൽ ഇവർക്ക് പുറത്തു പോയി ബ്രേക്ക് ടൈം കഴിഞ്ഞ ശേഷം നിർവഹിക്കാവുന്നതാണ്. ഇതൊന്നും നമ്മൾ തമ്മിൽ അകലാനുള്ളതായ ഇഷ്യൂ ആക്കി മാറ്റുകയും അതിനെ പർവ്വതീകരിച്ച് വലുതാക്കി എന്തൊക്കെയോ ആക്കി അവതരിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിലൊന്നും ഒരു അജണ്ടയുമില്ല. മുസ്ലിം ആണോ അയാൾ നമസ്കരിക്കൽ നിർബന്ധം. അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ മദ്രസയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു റൂം ഉണ്ടാക്കി തന്നെ ചെയ്യണമെന്ന് എന്താ അത്ര നിർബന്ധം? ഇവര് പഠിക്കുന്ന ഇതേ കോഴ്സ് മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇല്ലേ? അവിടെ ആവുമ്പോ ഇവർക്ക് ഒരു സമരവും ചെയ്യണ്ടല്ലോ, അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ വരുന്നത് മതം ഫോളോ ചെയ്യാനായിരിക്കരുത്, വിദ്യ അഭ്യസിക്കാനായിരിക്കണം. മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം അനുഷ്ഠിക്കലും അനുഷ്ഠിക്കാതിരിക്കുക. അത് ചെയ്യാൻ വേണ്ടി വേണ്ടത്ര ബ്രേക്ക് ടൈം ഉണ്ട്. അത് നമുക്ക് എവിടെ വെച്ച് നിർവഹിക്കാം. ഇനിയിപ്പോൾ അവിടെ കോളേജ് ആളുടെ സമ്മതിക്കുന്നില്ലെങ്കിൽ കോളേജിന് മുറ്റത്തോ എണ്ണതായിരോ എവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇസ്ലാമിക് ഫോബിയ പരത്തുക, അങ്ങനെ അവർ ഭീകരരായി. ഇവിടെ ഇസ്ലാമിക് ഫോബിക് ഇല്ല, ഇവിടെ ഇസ്ലാമോ ഫിയർ ആണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭയക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്നാണ് മനസ്സിലാക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വേറെ സ്ഥാപനങ്ങളില്ലേ? ഒരു സ്ഥാപനത്തിലും ഒരു രൂപത്തിലുള്ള മതത്തെയും ഫോളോ ചെയ്യാനുള്ള അനുമതി കൊടുക്കാൻ പാടില്ല. മതം ഫോളോ ചെയ്യേണ്ടവർ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലാണ് പോവേണ്ടത്. ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പൊതുവിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി വന്നപ്പോ ഇവർക്ക് ഇവിടെയും മതം ഫോളോ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ അപ്പിക്കുപ്പായം കൊണ്ട് കയറിയ ആളുകളല്ലേ. പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ഇസ്ലാമിന്റെ അധിനിവേശത്തിനും മറ്റും ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യേണ്ടതായ ഒരാവശ്യമില്ല. കേട്ടില്ല കണ്ടില്ല നടിക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ സംഗതിയുള്ളൂ. അതിന് വിഷയക്കാരെ അതിന് മറുപടി ഞങ്ങൾ തയ്യാറുള്ളൂ. ശരി. മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു കലാലയത്തിൽ ഒരു വിഭാഗം ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഗണപതി ഹോമം നടത്തണം എന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്നു. അതല്ലെങ്കിൽ ഹിന്ദു കുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ പൂജ വെക്കണമെന്ന് പറയുന്നു. ക്രിസ്ത്യൻ കുട്ടികൾ അവർക്ക് അവരുടേതായ മത ആചാരങ്ങൾ പിൻപറ്റണം, അതിനുവേണ്ടി മുസ്ലിം സ്ഥാപനത്തിൽ ഒരു റൂം വേണമെന്ന് പറയുന്നു. ഗണപതി ഹോമം നടത്താനുള്ള അനുവാദം പ്രിൻസിപ്പാൾ നൽകുമോ? ഇപ്പൊ നൽകുമോ എന്നുള്ള പ്രിൻസിപ്പാളിന്റെ വിവേചനത്തിനനുസരിച്ച് നിൽക്കും. കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത രീതിയിൽ അവരുടെ ക്ലാസ് ടൈമിലല്ലാത്ത ഒരു അവസരത്തിൽ മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത നമസ്കാരം ആർക്കും ശല്യമില്ലാതെ വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഒരു 5 മിനിറ്റ് നിർവഹിക്കാവുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അവശിഷ്ടം അതിൻ്റെ ഉണ്ടാവില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഗണപതി ഹോമമാണ് ഹിന്ദു കുട്ടികൾക്ക് താല്പര്യമെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണല്ലോ. ആരെയും തടസ്സം അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, സ്ഥാപനങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ഇന്ത്യയിലുണ്ട്, എനിക്കറിയാവുന്ന സ്ഥാപനങ്ങൾ. അതിനെന്താ പ്രശ്നമുള്ളത്? അല്ല, ഇപ്പോ നിസ്കാരത്തിന് പരിമിതമായ സ്ഥലം മതി, പക്ഷെ ഒരു ക്ലാസ് റൂം വേണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ അത് സതുദ്ദേശപരമാണോ? അല്ല, ബ്രേക്ക് ടൈമിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ അവരത് ആവശ്യപ്പെടുന്നത് നമസ്കാരമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ 50 മീറ്റർ പോലും ദൂരമല്ലാത്ത രൂപത്തിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ മതിയല്ലോ. ആ പള്ളിയിൽ കയറാൻ ഇവർക്ക് അനുവാദമില്ലെങ്കിൽ അനുവാദം വാങ്ങിയെടുക്കാൻ ആദ്യം സമരം ചെയ്യേണ്ടത് പള്ളിമുറ്റത്തല്ലേ? പള്ളിമുറ്റത്തല്ലേ? പള്ളി സെക്രട്ടറി അല്ലേ ഇവരവിടെ ഘെരാവോ ചെയ്യേണ്ടത്, പിന്നെ തടഞ്ഞു വെക്കേണ്ടത്? ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നെഞ്ചത്തോട്ട് കുതിര കയറേണ്ട കാര്യം എന്താ? ആദ്യം അവർ അല്ലെങ്കിൽ ഇവർക്ക് നമസ്കരിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ശരി,
ആ കോളേജിനോട് ചേർന്ന് തന്നെയാണ് ഹോസ്റ്റലും. അവിടെ പോയി നമസ്കരിക്കാമല്ലോ. അപ്പോൾ ലക്ഷ്യം നമസ്കാരമല്ല. ഇല്ല, അങ്ങനെ ടൈമിൽ ക്ലാസ് നിർബന്ധമായ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് 1 മണി നമ്മൾ കണക്കാക്കുക. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 വരെ ഒഴിവാ. ആ സമയത്തിനിടെ നിർവഹിക്കാതെ ബാക്കി സംസ്കാരങ്ങളൊക്കെ പഠിക്കാനാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ വരുന്നതെങ്കിൽ പഠിച്ചിട്ട് പോകും. അതല്ല മതം ഫോളോ ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഇവിടെ വരണ്ട, മത ആലയങ്ങളിലേക്ക് പോയിക്കോ. ഇതാണ് സ്ഥാപനക്കാരുടെ ലക്ഷ്യം. വീട്ടിൽ പോയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിർവഹിക്കാനുള്ള ഒറ്റ നമസ്കാരത്തെ പറ്റിയ സമയം പ്രശ്നം. നമുക്ക് ഉച്ചയ്ക്ക് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സമയം വെക്കുന്നില്ലേ, അതിന് കൂടുതലാണ് സമയം. ഒരു പ്രസംഗമൊക്കെ നടക്കും. അതല്ലാത്ത ദിവസങ്ങളിൽ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് അത് ക്ലാസ് റൂമിൽ കുറെ അധികം കുട്ടികളുണ്ടെങ്കിൽ, ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഇമാമും ജമാഅത്തും എന്ന് പറയും. ഒരാൾ മുമ്പിൽ നിൽക്കുക, മറ്റേ ആളെ പിന്തുടരുക. ഞാൻ ഉച്ചയ്ക്ക് ഒരു വോയിസ് കാണിച്ചു തന്നിരുന്നില്ലേ? ഈ കുട്ടികൾ ട്രെയിൻഡ് ആണ്. ആദ്യം നിങ്ങൾ വീട്ടിൽ നിന്നൊരു ഷാള് കൊണ്ടുവന്ന് ക്ലാസ് മുറിയുടെ ഏറ്റവും പുറകിലായിട്ട് ആ ഷാള് വിരിച്ച് നമസ്കരിക്കുക. ക്രമേണ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും നമസ്കരിക്കുന്നതിന് വേണ്ടി. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു നമസ്കാര റൂം, അത് കഴിയുമ്പോൾ ഒരു പള്ളി, പിന്നെ നമസ്കരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി 150 കുട്ടികളാകുമ്പോൾ ആ ക്യാമ്പസിനകത്ത് 150 പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി പൊങ്ങി വരും. ആ പൊങ്ങി വന്ന ചരിത്രമാണ് ഉസ്താദ് പറഞ്ഞിട്ട് കുട്ടികളെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാവും പ്രാർത്ഥനയ്ക്ക്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ, സിംഗിളായിട്ടാണെങ്കിൽ നേതൃത്വം വേണ്ട. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ നേതാവും ബാക്കിയുള്ള പിന്നീട് അണിനിരക്കുന്നില്ല. അപ്പൊ കുറെ അധികം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ക്ലാസ് റൂം അനുവദിച്ചു. അതായത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇവരെ ആദ്യം ഒന്ന് നോക്കിയതാണ് ഏത് രൂപത്തിലാണ് പബ്ലിക്കിന്റെ പ്രതികരണം, സ്ഥാപനക്കാർ ഏത് രൂപത്തിലാണ് ഈ വിഷയത്തോട് റിയാക്ട് ചെയ്യുന്നത്. അത് നോക്കിയിട്ട് വേണം ഇവർക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ. എന്തായിരുന്നാലും സ്ഥാപകൻ പറയട്ടെ, പ്രിൻസിപ്പൾ പറയട്ടെ. നിർമ്മല കോളേജിന്റെ കവാടം കടന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, ഈ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭാരത മഹാരാജ്യത്തിന്റെ പ്രിയാമ്പിളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാകണം, രാജ്യസ്നേഹമുള്ളവരാകണം, അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാകണം വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ നടപ്പിലാക്കുന്നു. കോളേജിന്റെ നിലപാടിനോട് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് ആരും സജ്ജരല്ല, അവരാരും താല്പര്യപ്പെടുന്നില്ല. അതല്ല ഇന്ത്യയുടെ ഒരു താല്പര്യം, അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ ചർച്ചയ്ക്ക് ഇടയുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മുടെ പൊതുസമൂഹം ആരെങ്കിലും ചർച്ചയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നിർമ്മല കോളേജ് എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് ശരി, അതാണ് വ്യക്തം, അതാണ് സുതാര്യം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു, അവരെ ഞങ്ങൾ കാണുന്നു, അവരെ സ്വീകരിക്കുന്നു. ഒരേ നിലപാടുള്ളവർ ഇവിടെ വരുന്ന് അവരുടെ ബന്ധം, സ്നേഹം അറിയിച്ചു പോകുന്നു. അത്രമാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ പേരിൽ നമുക്ക് ആരെയും അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ. അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ, ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ അതിനെ കുറെ കൂടെ നമ്മുടെ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾ അവർ നിർമ്മലയുടെ വിദ്യാർത്ഥികളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തെറ്റിദ്ധരുത്തലുകളും നിർമ്മല കോളേജിന്റെ ഈ കോളേജിന് അതിൻ്റെതായിട്ടുള്ള ഒരു ജനാധിപത്യമുണ്ട്. ആ കോളേജിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ രാജ്യസ്നേഹമാണ്. ഹാരിസിന്റെ ഉമ്മ ആണോടാ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? ആണാ? ഹാരിസിന്റെ ഉമ്മ നാട്ടിലെ പേരുകേറ്റ ടെസ്റ്ററാ? എന്തിനാടാ തള്ളക്കി വിളിക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങടാ, പോടാ. നിന്റെയൊക്കെ മദ്രസ ബുദ്ധിയും വെച്ചിട്ട് മദ്രസ സംസ്കാരവും വെച്ചിട്ട് ഇങ്ങോട്ട് വരണോടാ. ആരുടെ ഉമ്മയെ കുറിച്ചാടാ നീ പറയുന്നത്? നമ്മുടെ ഉമ്മ, പ്രവാചകന്റെ ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മമാരാ. അതിലേത് ഉമ്മായെയാ നീ ചോദിക്കുന്നേ? കൂടെ കിടക്കാൻ ഇപ്പൊ അവർക്ക് ആർക്കും വരാൻ പറ്റില്ല, കാരണം എല്ലാവരും മണ്ണടിഞ്ഞു പോയില്ലേ. പിന്നെ ഏതുമ്മായെയാ നീ ചോദിക്കുന്നേ? എന്ത് ചെയ്യും? ഇവിടെ ഈ കോളേജിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ജനാധിപത്യപരമാണ്, അത് മതേതരത്വമാണ്. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖമാണ് ആ കോളേജിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ കോളേജിൽ വരുന്ന ആളുകൾ മതേതര മുഖമുള്ളവരായിരിക്കണം. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു നമസ്കാര റൂം തുറന്നു കൊടുത്താൽ പൂജാ റൂമും തുറന്നു കൊടുക്കണം, ബൈബിള് വായിക്കാനുള്ള റൂമും തുറന്നു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ കലാലയത്തിൽ വരുന്ന ആളുകൾ മതം അഭ്യസിക്കാൻ വേണ്ടി വരുന്നത് പോലെയാകില്ലേ? അങ്ങനെയാണെങ്കിൽ മത ആലയങ്ങൾ തോറ്റുപോകത്തില്ലേ? നിങ്ങൾ നിങ്ങളുടെ മതം ഫോളോ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ
മതം നിങ്ങൾക്ക് ഫോളോ ചെയ്തേ പറ്റുമെങ്കിൽ ഒന്നുകിൽ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ മതം ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ പോകുക. ഇവിടെ വന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടണ്ട, മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ പബ്ലിക്കായിട്ട് പച്ചയ്ക്ക് പറഞ്ഞാലെങ്ങാണ്ട് ഇവർക്ക് വെളിവ് വീഴുവോ? എന്തായിരുന്നാലും നമസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം മുസ്ലിങ്ങൾക്കായി ഒരു റൂം തുറന്നു കൊടുത്തില്ല എന്നതാണ് നിർമ്മല കോളേജില് ഇവര് കാണുന്ന ഒരു പ്രയാസം. ഷൗക്കത്തലി എരുമയുടെ കൂടെയാണോ? സാരമില്ലടാ, ഇസ്ലാമികപരമായിട്ട് മൃഗഭോഗമൊക്കെ നമുക്ക് ഹലാലാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ശരി, എരുമയെ കിടത്തുന്ന വഴിക്ക് വാപ്പായോ ഉമ്മായോ ഒന്നും പിടിച്ച് കിടത്തല്ലേടാ. ഒന്ന് സൂക്ഷിച്ചോ ഷൗക്കത്തെ. ഷൗക്കത്തിനെ പോലെയുള്ള മതയോളികളെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടേ മക്കള് സ്ഥലം വിട്ടോ, പോയി കിടന്ന് ഉറങ്ങിക്കോ ചെല്ലേ. ഇവിടെ നിർമ്മല കോളേജില് ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രമായി നമസ്കരിക്കാൻ അനുമതി നൽകണം. അവർക്ക് മാത്രമായി ഒരു നമസ്കാര റൂം തുറന്നു കൊടുക്കണം. അത് സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഈ സമയം വരേക്കും ഉറച്ചു നിന്ന ആ മാനേജ്മെന്റിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം മതഭീകരതയ്ക്ക് വഴങ്ങാതെ, മത തീവ്രവാദികളെ ഭയപ്പെട്ട് നിലപാടിൽ നിന്നും ചാഞ്ചാടാതെ ഉറച്ചു നിന്നല്ലോ അവരെ. ജോസഫ് മാഷ്ടെ കയ്യും കാലും പോയതോടുകൂടി അവരെ ഏതാണ്ട് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 71-72 വർഷത്തിനിടയിൽ ഇത്തരത്തിലൊരാവശ്യം ഇന്നേ വരെ ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടില്ല എന്ന് മാനേജ്മെന്റ് പറയുന്നു. ഇപ്പോ ഒരു ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ അവരുടെ ആരാധന നിർവഹിക്കാൻ അവിടെ ഒരു റൂം വേണമെന്ന് ആവശ്യപ്പെടുമോ? ആവശ്യപ്പെടില്ല. കാരണം എന്താ? 3.5 വയസ്സ് മുതൽ അവരുടെ ഒന്നും തലച്ചോറിലേക്ക് മദ്രസാ ബുദ്ധിയില്ല. 6-ാം നൂറ്റാണ്ടിന്റെ മതം അവരുടെ ഒന്നും തലച്ചോറിലേക്ക് കുത്തിക്കയറ്റിയിട്ടില്ല. അവരെയൊക്കെ ലിബറൽ ആയിട്ടാണ് അവരുടെ മാതാപിതാക്കൾ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് മതം മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്നത്. ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും ഒക്കെ അകപ്പെടുത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ദുർബലരാ. അവർക്ക് മതപരമായിട്ടുള്ള അടിത്തറയൊന്നും കിട്ടിയിട്ടില്ല. അവരെങ്ങനെയോ വളരുന്നു. നല്ല കൾച്ചർ കൊടുക്കുന്നുണ്ട് മതം മാറ്റി നിർത്തിയിട്ട്. അവർ ചെറിയ പ്രായത്തിലെ നമ്മുടെയൊക്കെ കുട്ടികളെ പോലെ 3.5 വയസ്സ് മുതൽ ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം പഠിപ്പിക്കുന്നില്ല, മാനവികത പഠിപ്പിക്കുന്നുണ്ട്. ജനാധിപത്യ ബോധവും ധാർമ്മികതയും പഠിപ്പിക്കുന്നുണ്ട്. പ്രാഥമികമായി അവർ അവരുടെ കുഞ്ഞുങ്ങളെ അച്ഛനാരാണ്, അമ്മയാരാണ്, സഹോദരി ആരാണ്, മകളാരാണ്, ഭാര്യയാരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കില്ല. സഹോദരന്റെ കുട്ടിയെ ചുമക്കേണ്ടുന്ന ഗതികേട് സഹോദരിക്ക് വരില്ല. അച്ഛനെ ഭയന്ന് മകൾ റൂം തുറക്കാതെ അകത്തിരിക്കേണ്ടി വരില്ല. +1 സ്കൂളിൽ തല ചുറ്റി വീണ് ഒടുവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ വാപ്പയാണ് എന്ന് പറയേണ്ടതിന് പകരം അച്ഛനാണ് എന്ന് പറയേണ്ടി വരില്ല. കാരണം ആ രൂപത്തിൽ ഒരു കൾച്ചർ ഫോം ചെയ്തിട്ടാണ് അവർ വളർത്തുന്നത്. ഇപ്പൊ ഇവിടെ ചാറ്റ് ബോക്സിൽ വരുന്ന ആളുകൾ നോക്കിക്കേ, ഒന്ന് തരുവോ? കൂടെ കിടക്കുവോ? എൻ്റെ ഉമ്മാനെ കിട്ടുവോ? ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണ് ഇവരുടെ തലച്ചോറ് മുഴുവനും. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ ഒരു പ്രാർത്ഥനാ റൂം വേണമെന്ന് പറയില്ല. കാരണം അവർക്ക് നല്ല ഉറച്ച ബോധമുണ്ട്, ഞാൻ ഇവിടെ വരുന്നത് മതം ഫോളോ ചെയ്യാനല്ല, പഠിക്കാനാ. പാഠപുസ്തകങ്ങൾ പഠിച്ച് യൂണിവേഴ്സിറ്റികളിലൂടെ തന്റെ ക്വാളിറ്റി തെളിയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഒരു ജോലിക്ക് കയറണം, ലൈഫ് സെറ്റിൽഡ് ആക്കണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ആശയം. അതല്ലാതെ മതം വളർത്തണം, ഇരുമ്പ് നിക്കറിട്ട് സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കണം, അഫ്ഗാനിൽ പോയി ലൈംഗിക അടിമയാകണമെന്നൊന്നും ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യൻ കുട്ടികൾക്കും ആശയമില്ല. പിന്നെ അവരെ മുറിയന്മാര് കൊണ്ടുപോയി മതം മാറ്റി അങ്ങനെ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ചാലേ ഉള്ളൂ. എന്നിട്ട് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഈ സ്ഥാപനത്തിലെ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു വെച്ചു. ആ മാനേജ്മെന്റിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പറഞ്ഞു, ഈ സ്ഥാപനം രാജ്യസ്നേഹികളുടേതാണ്. ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും
ഭരണഘടനയും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന കുട്ടികളാണ് ഇന്നലെ വരെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും പഠിച്ച കോഴ്സുകൾ പൂർത്തിയാക്കി 72 വർഷത്തിനുള്ളിൽ പുറത്തു പോയിട്ടുള്ളതും. ഇതുപോലെ മതം മാത്രം തലച്ചോറിലേക്ക് ഏറ്റപ്പെട്ട ഒരു വിഭാഗം ആദ്യമാണ്. നിർമ്മല കോളേജിന്റെ തീരുമാനത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിൽ ഈ സ്ഥാപനത്തിന് ഇത്രയധികം പിന്തുണ ഈ കേരളക്കരയിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 26 വെള്ളിയാഴ്ച കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നമസ്കാരം നടത്താൻ ഒരു പ്രത്യേക മുറി വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് കത്ത് നൽകുന്നു. 70, 71, 72 വർഷത്തിലേറെയായി കോളേജ് കൈക്കൊണ്ട അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലും മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഈ ആവശ്യം അനുവദിക്കില്ല. ഈ നിലപാടിൽ മാനേജ്മെന്റ് അടിയുറച്ചു നിൽക്കുന്നു. സമൂഹവും ഇതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് കോളേജിന്റെ നിലപാടിനെ പിന്തുണച്ചതെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തത്. എന്തടിസ്ഥാനത്തിലാ? അതേ പൊതുസമൂഹം അതാണ് ആഗ്രഹിക്കുന്നത്. ജനാധിപത്യപരമാകണ്ടേ? കോളേജിൽ വരുന്നത് മതം പഠിക്കാനും വളർത്താനും മതം പ്രചരിപ്പിക്കാനും മതം ഫോളോ ചെയ്യാനും ആയിരിക്കരുതല്ലോ. ഈ കോളേജിന് 20 മീറ്റർ ദൂരത്തിൽ മോസ്ക് ഉണ്ട്, 50 മീറ്റർ ദൂരത്തിൽ മറ്റൊരു മോസ്ക് ഉണ്ട്, 100 മീറ്റർ ദൂരത്തിൽ മറ്റൊരു മോസ്ക് ഉണ്ട്. അവിടെ ഒന്നും ഇവർക്ക് നമസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ല. അവിടൊക്കെ പോകാൻ ഈ കുട്ടികൾക്ക് വിലക്കുമില്ല. വെള്ളിയാഴ്ച ദിവസം 12 മണി മുതൽ 2 മണി വരെ ഇവർക്ക് ലഞ്ച് ബ്രേക്ക് ഫ്രീയാ. മറ്റു ദിവസങ്ങളിലെല്ലാം 1 മണിക്കൂർ അനുവദിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൾ പറഞ്ഞു. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി ചർച്ചയില്ല. സമരം നടത്തിയവർക്കെതിരായ അച്ചടക്ക നടപടികൾ കോളേജിന്റെ വിവിധ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇവര് മുഖം മറക്കണമെന്ന് പറഞ്ഞ് ഇതേ രൂപത്തിൽ ഇതിനേക്കാൾ അഗ്രസീവായി ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കർണാടകയിൽ നമ്മൾ കണ്ടതല്ലേ. കോളേജിന്റെ മൂല്യങ്ങൾക്ക് വിള്ളലുണ്ടായി എന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്ന് മാനേജരും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കോളേജ് പ്രിൻസിപ്പളിനെ ഉപരോധിച്ചു ഒരു വിഭാഗം വിദ്യാർത്ഥികൾ. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ചില വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം വിവാദമായി. ഇതിനെ തുടർന്നാണ് ഇന്ന് മാനേജ്മെന്റ് യോഗം ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത് ജനങ്ങൾ അറിഞ്ഞു. അവര് ശക്തമായ രൂപത്തിൽ ഈ സ്ഥാപനത്തിന് പിന്തുണ അറിയിച്ചു. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതിനെ കുറിച്ച് നമുക്കത് നോക്കാം. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാമോ വേണ്ടേ? അതൊക്കെ നമുക്കറിയണ്ടേ. ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നു, അന്നഹ ജാഅതി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ കാണാം. മുജാഹിദിന്റെ മതമല്ല ഇസ്ലാം മതം. മുജാഹിദിന്റെ മതം യുക്തിവാദമാണ്. അത് ഫഖാലത്ത് യാ റസൂലല്ലാഹ്, ഉമ്മു ഹുമൈദിനി സാഇദി തങ്ങൾ മഹദി നബി തങ്ങളോട് പറയുന്നു, ഇന്നി വഹിബ്ബു സ്വലാത്ത മഅക, അങ്ങയോടൊപ്പം നിസ്കരിക്കുവാൻ ഞാൻ പ്രിയം വെക്കുന്നു നബിയേ. قال قد علمت انك تحبين الصلاه معي وصلاتك في بيتك خير لك من صلاتك في حجرتك وصلاتك في حجرتك خير من صلاتك في دارك وصلاتك في دارك خير لك من صلاتك في مسجد قومك وصلاتك في مسجد قومك خير لك من صلاتك في مسجدي. ചുരുക്കി പറഞ്ഞാൽ മോളെ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ ഇരുളുള്ള വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് മദീനയിലും മക്കയിലും പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. ഞാൻ ഇമാമായി നിസ്കരിക്കുന്ന ജമാഅത്തിനേക്കാൾ ഉത്തമം. മഹത്തുക്കളായ സ്വഹാബാക്കൾ മഅ്മൂമീങ്ങളായി നിസ്കരിക്കുന്ന ജമാഅത്തിനേക്കാൾ ഉത്തമമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കോളേജിൽ നമസ്കരിക്കാമോ? കോളേജ് മുറിയിൽ നമസ്കാരം ചോദിക്കാൻ പാടുണ്ടോ? നമസ്കരിക്കാൻ ഒരു മുറി വേണമെന്ന് ആവശ്യപ്പെടാൻ പാടുണ്ടോ? മതപരമായി തെറ്റല്ലേ? പിന്നെ എങ്ങനെയാണ് പള്ളി സെക്രട്ടറിക്കെതിരെ ഇവര് റീത്ത് വെച്ചിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ കയറാൻ പാടില്ലല്ലോ. ഇരുട്ടുള്ള മുറിയിൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നമസ്കരിക്കാനെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തങ്ങൾക്ക് നമസ്കരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ?
ആധുനിക സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീക്ക് പള്ളി പ്രവേശനം വേണ്ട എന്നുള്ളതും സ്ത്രീ അക്ഷരം പഠിക്കണ്ട എന്നുള്ളതും അന്യ പുരുഷന്മാരെ ചികിത്സിക്കണ്ട എന്നുള്ളതും അതുപോലെ തന്നെ അവരോടൊപ്പം നടക്കുകയോ അതല്ലെങ്കിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ വാഹനത്തിൽ കയറുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അവർക്ക് നിഷേധിച്ചിരുന്ന എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ അവിടെ എഴുത്തും വായനയും പഠിക്കണം എന്നുള്ളത് മാത്രമല്ല ഉദ്യോഗ രംഗങ്ങളിലും നമ്മളുടെ സഹോദരിമാർക്ക് സാന്നിധ്യം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഠിക്കാനും വായിക്കാനും എഴുതാനും പള്ളിയിൽ പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് അനുവദിച്ചപ്പോൾ ഇന്ന് വീണ്ടും ജാഹിലിയ്യ കാലഘട്ടത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചോദ്യം ഇതാണ്. മതം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ആരാണ്? മതം പറഞ്ഞു ലാ തക്തുബൂഹുന്നൽ കിതാബത, സ്ത്രീകളെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത്. വലാ വഅല്ലിമൂഹുന്നൽ ഖയാത്വത, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിക്കണം. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീടുകളിൽ അവരെ നിങ്ങൾ താമസിപ്പിക്കരുത്. കാരണം മോളിൽ കയറി അപ്പുറത്ത് നോക്കൂലേ, ആരെങ്കിലും കണ്ടുപോകൂലേ? പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ആ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമത നിയമത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് മുസ്ലിം സ്ത്രീകൾ കോളേജുകളിൽ പോയത്, സ്കൂളുകളിൽ പോയത്, ഉദ്യോഗികളായി മാറിയത്. അവരൊക്കെ ഉദ്യോഗസ്ഥരായി വ്യത്യസ്തമായ തലങ്ങളിൽ ഇരുന്നത് ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ്. പെണ്ണ് ജോലിക്ക് പോകരുത് എന്ന് തന്നെയാണ് ഇവരുടെ അഭിപ്രായം. പിന്നെങ്ങനെയാണ് പെണ്ണ് പഠിച്ച് ഉദ്യോഗസ്ഥയാകുന്നത്? 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിച്ചു വിടണം, പാവാടപ്രായം മാറുന്നതിന് മുമ്പ് അതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? 53 വയസ്സുള്ള പ്രവാചകൻ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചിട്ട് ലോക ജനങ്ങൾക്ക് മുഴുവൻ മാതൃകയാണ് എന്ന് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി ചെയ്തതൊക്കെ മാതൃകയാ. പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകൻ ചെയ്തതെല്ലാം നമ്മൾ പിൻപറ്റണം. പ്രവാചകൻ വള്ളി നിക്കറാണ് ഇട്ടതെങ്കിൽ വള്ളി നിക്കർ ഇട്ടാ മതി. പ്രവാചകൻ വാട്സാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടുണ്ടോ? യൂട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രവാചകൻ എത്ര യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നു? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ഇസ്ലാം അങ്ങനെ തന്നെ വിഴുങ്ങണ്ടേ? തൊള്ളതൊടാതെ കുത്തും ഗോമയും പിൻപറ്റണ്ടേ? അപ്പോ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ക്രമേണ ഹറാമുകളെ നമ്മൾ ഹലാലാക്കി മാറ്റുവാണല്ലേ. അപ്പൊ അക്ഷരം പഠിക്കണ്ട, പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഇസ്ലാമിൽ നിന്ന് പെണ്ണ് പഠിച്ചോട്ടെ. കാരണം എന്താ? ഇവരുടെ ഈ തിട്ടൂരം ഇനിയും ഇവരോട് പറ്റില്ല. വാദങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അപജയങ്ങൾ സംഭവിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാത്ത തരത്തിൽ നമ്മളുടെ സമൂഹത്തെ ഇന്ന് നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീകളെ കാർന്നു തിന്നുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾക്ക് മുമ്പിൽ നിലനിൽക്കുകയാണ്. ആരുണ്ടാക്കിയതാണ് ഈ അതിവാദങ്ങൾ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല. 2 തരത്തിലാണ് ആളുകൾ ഇന്ന് ഇവിടുത്തെ സ്ത്രീകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ പോലെ അടുക്കളയുടെ 4 ചുവരുകൾ ുള്ളിൽ മാത്രം ബന്ധിപ്പിക്കണമെന്നും ഖുർആൻ പഠിക്കണമെന്നും ഖുർആൻ പഠിച്ച് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ പുറത്തിറങ്ങി. റഷീദ് തളിപ്പറമ്പ്, ഇത് ചോദിക്കാൻ മതപണ്ഡിതന്മാരെക്കാളും നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? ജാഹിലിന്റെ പണി ചെയ്യുക. ജാഹില് നിന്റെ വാപ്പ, അതവിടെ നിൽക്കട്ടെ. എനിക്ക് അനുവാദം തന്നത് നിന്റെ തന്ത. മതിയോ മറുപടി? ഇതിൽ കൂടുതൽ മറുപടി നിനക്കിനി വേണ്ട. മതപരമായി മറുപടി വേണോ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഖുർആൻ പറഞ്ഞതാണ്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിൽ ഖുർആൻ പറഞ്ഞതാണ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. അവരാണോ നിങ്ങളെ മതം പഠിപ്പിക്കേണ്ടത്? ഉസ്താദ് പറഞ്ഞ മതം തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്.
ഇസ്ലാമിൽ ഇതാ മഹാപണ്ഡിത പറഞ്ഞതല്ലേ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുവദിക്കാത്ത ഒരു തരത്തിലേക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ഏത് രൂപത്തിലാണോ സ്ത്രീകളോട് സമീപിച്ചിരുന്നത് ആ തരത്തിലുള്ള ഒരു സമീപനം ഇന്ന് നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മളുടെ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി നമ്മൾ എന്നാണ് ഇനി മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ പെണ്ണിന്റെ വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയുവാനുള്ളത് മഹതിയായ ആത്തിക ബീവി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്തിക്കയെ വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത് കഴിഞ്ഞ് അവർ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് മക്കള് പറഞ്ഞു, ബാപ്പാക്ക് ഇഷ്ടമില്ല നിങ്ങൾ പള്ളിയിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ബാപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ ബാപ്പാക്ക് എന്നോട് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകൾ അവരുടെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്നുള്ളത് നമ്മളോട് പറയുന്നിടത്തോളം കാലം ഞാൻ പള്ളിയിലേക്ക് പോകും. ആ വാക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ഉപ്പ നിങ്ങളെ തടയാത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പള്ളിയിൽ പോകും എന്ന് പറഞ്ഞു. ഇവര് പലർക്ക് പല അഭിപ്രായമാണ്. സുന്നികൾ പറയുന്നതല്ല മുജാഹിദുകൾക്ക്, മുജാഹിദ് പറയുന്നതല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റ ഇസ്ലാമാണ്. പ്രവാചകന്റെ ഭാര്യ ആയിഷ വീടിന്റെ അകത്തളത്തിൽ ഇരിക്കാൻ പറയുമ്പോ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറി യുദ്ധം ചെയ്തു അലിയോട്. ആ യുദ്ധത്തിന്റെ പേരാണ് ജമൽ യുദ്ധം അഥവാ ഒട്ടക യുദ്ധം. ഒട്ടകത്തിന്റെ പുറത്ത് കയറി യുദ്ധം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ യുദ്ധത്തിന് ഒട്ടക യുദ്ധം എന്ന പേര് തന്നെ വന്നത്, ജമൽ യുദ്ധം. ഇനി നിങ്ങളൊന്ന് പറയാമോ അവരൊന്നും മുസ്ലിം അല്ലാന്ന്? അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊന്ന് പറയാമോ? അപ്പോ ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തമായ അഭിപ്രായം ഉണ്ടാകട്ടെ. പോകാമോ പാടില്ലേ? പള്ളിയിൽ പോകാമോ പള്ളിയിൽ പോകാൻ പാടില്ലേ എന്നത് ആദ്യം നിങ്ങൾക്കിടയിൽ വ്യക്തമായ രൂപത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകട്ടെ. ഒറ്റ മതമല്ലേ, ആ മതം വെച്ച് തന്നെയല്ലേ നിങ്ങൾ ഈ കസർത്തെല്ലാം കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകട്ടെ ആദ്യം. കമ്മിറ്റിക്ക് കോളേജിലെത്തി കോളേജ് അധികൃതരെ കണ്ട് അവർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റി സമൂഹത്തിന് മുന്നിൽ ഈ ഒരു സംഘം വിദ്യാർത്ഥികൾ ആരും അവരെ വഴിതെറ്റിച്ചതാണ്, അത് മതത്തിന്റെ പേരിലാകരുത് എന്ന് പരസ്യമായി പറയണമെന്ന് തോന്നിയത്. ഇവിടെ മതമാണല്ലോ വിചാരണ ചെയ്യപ്പെടുന്നത്. അപ്പോൾ തൽക്കാലം ഇവരാ കുട്ടികളെ കരുവാക്കി, കുട്ടികളെ പ്രതിയാക്കി മാപ്പ് ചോദിച്ച് മതത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മാറ്റുവഴിയുമായി ബന്ധപ്പെട്ട് നിർമ്മല കോളേജുമായി ഉള്ള ഒരു വിഷയം സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി ചർച്ച വന്നതിനെ തുടർന്ന് ഇതൊരു കുഴപ്പത്തിലേക്ക് പോകുകയാണല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പേരിലാണ് സെൻട്രൽ മഹല്ല് ജമാഅത്തിൻ്റെ ഇമാം ഷഹാബുദ്ദീൻ ഫൈസി അടക്കം, അതുപോലെ കോളേജിൻ്റെ അടുത്തുള്ള മഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ഇമാം നിസാർ മൗലവി അടക്കമുള്ള ആളുകൾ കോളേജ് അധികൃതരെ സമീപിച്ചത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കുട്ടിക്ക് അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് നമസ്കരിക്കുന്നത് അത് അൺലോഫുള്ളാണ്, അത് നിയമവിരുദ്ധമാണ്, അത് ഇസ്ലാം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജിൻ്റെ അടുത്ത് പള്ളിയുണ്ട്, അവർക്ക് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ മതി. അത് ആ കുട്ടികൾ എന്താണ് അവിടെ വിഷയം, കോളേജിൽ എന്താണ് കുട്ടികളുടെ പ്രശ്നമെന്ന് അറിയുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയത്. അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ചെന്നപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ്, വൈദികരടക്കമുള്ള, അതുപോലെ പ്രിൻസിപ്പൾ സർച്ചൻ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുകയും അവർ ഉണ്ടായ സംഭവങ്ങൾ വളരെ കൃത്യമായി അക്കമിട്ട് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അവരുടെ വിവരണത്തിൽ നിന്നും കുട്ടികളുടെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ വീഴ്ചയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം കുട്ടികൾ നമസ്കരിക്കുന്നത് തെറ്റല്ല, നമസ്കരിക്കാൻ ഒരു അവസരം ചോദിച്ചതും തെറ്റല്ല. പക്ഷേ അത് കോളേജ് അധികൃതർ അത് നിഷേധിച്ചപ്പോൾ അവർക്കത് വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. അതുമല്ല, പ്രോപ്പർ ചാനലിലൂടെ പ്രിൻസിപ്പാളിനെയോ അല്ലെങ്കിൽ അവരുടെ HOD കണ്ട് ഇത് ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിൽ അതൊരു കുഴപ്പമില്ലായിരുന്നു. ഒന്നുകിൽ നിഷേധിക്കും അല്ലെങ്കിൽ അംഗീകരിക്കും, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു കൂട്ടം, പ്രിൻസിപ്പളിൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു കൂട്ടം കൂടിയത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളതിനകത്ത് ഖേദം പ്രകടിപ്പിക്കാനുണ്ടായ കാരണം. അതായത് ഒരു മതപരമായ അവകാശത്തിന്റെ പേരിൽ, അങ്ങനെ നോക്കുമ്പോൾ ഒരു മതത്തിന്റെ നിറത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പ്രിൻസിപ്പളിനെ ഖരാവോ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ ആവശ്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിഷേധം
അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഈ പരസ്യ നിലപാടെടുത്തത്. അതെ, കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികൾ 3-4 പേര് കൂടി തുടങ്ങി വെച്ച ഒരു പരിപാടിയാണിത്. അതിനകത്ത് നമുക്കറിയാമല്ലോ, കോളേജാകുമ്പോൾ 4 പേര് കൂട്ടം കൂടിയല്ല. 3-4 കുട്ടികളല്ല, വലിയ ഒരു വിഭാഗം കുട്ടികൾ, ക്രൗഡാണ് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നുണ്ട്. വലിയ ഒരു വിഭാഗം കുട്ടികൾ പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കുന്നു. അവരുടെ ആവശ്യം പറയുന്നത് ഇവര് സാവകാശമല്ല, സമചിത്തതയോടുകൂടിയല്ല, ആരോ പിരികേറ്റി വിട്ടതുപോലെ തന്നെയായിരുന്നു അവരുടെ പ്രകടനം. ഇവര് പറയുമ്പോൾ 4 കുട്ടികൾ. ശരി, 40 ആ 400 എന്ത് ന്യായവും അന്യായവും നോക്കിയിട്ടല്ല കുട്ടികൾ കൂടുന്നത്. പക്ഷേ കുട്ടികൾ പ്രിൻസിപ്പൽ അച്ഛൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു കരാമം നടത്തിയതിനെ ഞങ്ങൾ മഹല്ല് മാത്രമല്ല, മൂവാറ്റുപുഴയിലെ പൊതുസമൂഹം, മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം നിർമ്മല കോളേജ് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് അത്. ഞങ്ങളടക്കമുള്ള ആളുകൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായുള്ളവരുണ്ട്. അവിടെ ഇതുവരെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനം കാണിക്കാത്ത ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. മൂവാറ്റുപുഴയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നാഴികക്കല്ലായത് ഈ നിർമ്മല കോളേജാണെന്ന് അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴക്കാർക്ക് ഈ നിർമ്മല കോളേജിനോട് ഒരു പ്രത്യേക വിഷയം വൈറലായി. ഒരുപാട് ആളുകൾ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അവർ വ്യക്തമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു. വിചാരണ കൂട്ടൽ നിൽക്കുന്നത് ഇസ്ലാമാണ്. വിഷയം വൈറലായി എന്ന് മനസ്സിലാവുകയും ഇസ്ലാമാണ് പ്രതിക്കൂട്ടിൽ എന്നിവർക്ക് തിരിയുകയും ചെയ്തു. ഇനി ഇവർക്ക് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തണം. ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ തടി ഊരുന്നതിന് വേണ്ടിയാണ് ഇപ്പോ ഇവര് മാപ്പുമായിട്ട് വന്നത്. ഇവർക്ക് മനസ്സിലായി 95% പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിഷയം കൂടുതൽ പ്രശ്നമാകില്ലേ? ഒരു വീഡിയോ കൂടെ കേട്ടോ. മുജാഹിദ് പള്ളിക്കലും ഏതാനും ഘട്ടക്കാലം പേരാണ് ഒരു മൂലക്ക് അപ്പുറത്തേക്ക് ആക്കിയ എത്തപ്പിയാക്കതിന് ചേതം. നേരെ പുരുഷന്റെ പിന്നിൽ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലമാക്കിയില്ല. കാരണം ഖത്തീബിനെ കണ്ടേ. അതെ, മനസ്സിലായില്ലേ? മുജാഹിദ് പള്ളിക്ക് പോയ ഖത്തീബിനെ കാണണ്ടേ? ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ 50 കൊല്ലം ഇമാമ കുത്തുപോകിയാൽ പെണ്ണുങ്ങൾക്ക് ഏതാ നമ്മളെ ഖത്തീബ് എന്ന് അറിയില്ല. ഒരു താത്താനെയും പരിചയപ്പെടാൻ കൂടിയില്ല. ജുമക്ക് പോയിട്ട് ആളങ്ങനെ മരിച്ചുപോയി. എന്തൊരു കഷ്ടമാണ് അത്. ഈ സംവിധാനം തന്നെ വിദഗ്ധ. കണ്ടങ്ങള് അപ്പ JCB കൊണ്ടൊന്ന് പൊളിച്ചണം. നേരെ മറിച്ച് ഹജ്ജിലൊക്കെ നോക്കി നിങ്ങൾ കഅബ തവാഫ് ചെയ്യും ആണും പെണ്ണും ഒന്നിച്ചല്ലേ. മട്ടം കണ്ടില്ലങ്ങള്. 10-50 ആണിന് പെണ്ണി തൊടേണ്ടി വരെ വരും. അടച്ചോനെ പേടില്ലെങ്കിൽ തോണ്ടും ചെയ്യാം. പ്രത്യേക സ്ഥലമുണ്ടോ? മുസ്ദലിഫിൽ രാത്രി കടന്നുറങ്ങാ. ഇനി പായും തലക്കണിയും പോലെ പുതപ്പുണ്ടായ നന്നായി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ആണും മുന്നും പിന്നും മറിച്ചാൽ മതി. പച്ചീല് സലാസുല്ലമി പറയാണ് നിക്കറിടണ്ട. പിന്നെ മൂപ്പര പ്രശ്നം ചുമരാണ്, അതും തട്ടിപ്പൊളിച്ച്. പിന്നെ മുസ്ദലിഫിൽ ഒന്നിച്ച് കടന്നുറങ്ങല്ലേ. സ്വഹ ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാം ദീനതൊക്കെ ഇത് അമേരിക്കൻ മാതാമാള് കോവള. ഒരു വിഭാഗം ആളുകൾ പറയുന്നു സ്ത്രീകൾ പള്ളിയിൽ പോകണ്ട. വേറൊരു വിഭാഗം ആളുകൾ പറയുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാം. ഒറ്റ മതമല്ലേ ഉള്ളൂ? ഇതിൽ ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? 2 വിഭാഗവും പറയുന്നത് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് തന്നെയല്ലേ? അങ്ങനെ വരുമ്പോ സാധാരണക്കാര് പ്രതിസന്ധിയിലാകുകയാണ് ചെയ്യുന്നത്. ഒരു വിഭാഗം ആളുകൾ പള്ളിയിൽ കയറാമെന്നും ഒരു വിഭാഗം ആളുകൾ സ്ത്രീകൾക്ക് പള്ളി പ്രവേശം ഹറാമാണെന്നും പറയുമ്പോ ഇവിടെ വന്നിട്ട് മെഴുകി നല്ല പച്ച തെറി വിളിക്കുന്ന കുറെ അപ്പിക്കുപ്പായക്കാരികൾ ഉണ്ടല്ലോ. പറയടി നീയൊക്കെ, നിനക്കൊക്കെ പള്ളിയിൽ കയറണമെന്നാണോ അഭിപ്രായം? കയറണ്ട എന്നാണോ അഭിപ്രായം? എന്താണ് ഇസ്ലാം പറയുന്നത്? ഇസ്ലാമിന്റെ ശരിയായ മാനദണ്ഡം എന്താണ് എന്ന് പറഞ്ഞിട്ടങ്ങ് പറ. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ആദ്യമായൊരു പെണ്ണ് ഇമാമിനെ തുടർന്ന് പള്ളിയിൽ നമസ്കരിച്ച സ്ഥലം
വധായിയാണ് ഞാൻ വായിച്ചതും കേട്ടതും. ആദ്യമായൊരു പെണ്ണ് അപ്പോ സ്ത്രീ പള്ളിയിൽ പോയിട്ടുണ്ട്, സ്ത്രീകൾക്ക് പള്ളി ഹലാലാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. നമ്മുടെ മതമല്ലേ, ഒരുപാട് അഭിപ്രായങ്ങൾ വരും, സ്വാഭാവികം. വളരെ സമാധാനപരമായ അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് എന്ന് മനസ്സിലായില്ലേ? പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ബാൻ ചെയ്തതുകൊണ്ടോ അവരിൽ കുറെ അപകടകാരികളായ തീവ്രവാദികളെ പിടിച്ച് തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ടോ ഈ സംഘടന നിന്നു പോകത്തില്ല. ഈ സംഘടനയുടെ ആശയവും നിന്നു പോകില്ല. ഇവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇതിനകത്ത് ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇളക്കി വിട്ടതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നാണ് PC പറയുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെയായിരിക്കാൻ കഴിയും? അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ്. ആ നിർമ്മല കോളേജിന് ചുറ്റും 3 ഒന്നാന്തരം മോസ്ക് മുസ്ലിം ദേവാലയങ്ങളുണ്ട്. അവിടെ പോയി പറയാം, ഇവിടെ കോളേജ് നടത്തുവാണ്. നമ്മുടെ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ചോദിക്കട്ടെ, മുസ്ലിം നേതൃത്വത്തിലുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട്. മൂവാറ്റുപുഴ തന്നെ ഉണ്ടല്ലോ. ജെയ്സ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മളും ക്രിസ്ത്യാനികളും മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ കയറാൻ അവസരം കൊടുക്കാൻ വേണ്ടി ശബരിമല മോഡൽ ഒരു മനുഷ്യ ചങ്ങല തീർക്കണം. എന്നിട്ട് ഈ നവോത്ഥാനത്തിന്റെ മുക്രിയാസിനെ വിളിക്കണം, MSFനെ വിളിക്കണം. വളരെ കറക്റ്റ്. മുക്രിയാസും മാമായും വരട്ടെ, അവരല്ലേ വനിതാ മതിലിന് നേതൃത്വം കൊടുത്തവർ, അവരൊക്കെ വരട്ടെ. എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റത്തിന് കാരണം? ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല, പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടുന്നതിൽ എനിക്ക് സംശയം. ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സാധ്യത കൊടുക്കാൻ കഴിയില്ല, അത് യോജിക്കാനും കഴിയില്ല. അതിന്റെ നീക്കങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിപ്രായങ്ങൾ പറയാൻ കാണിക്കുന്ന സന്മനസ്സിന് തന്നെ ഇദ്ദേഹത്തോട് നമുക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ യോജിക്കേണ്ടുന്ന അഭിപ്രായങ്ങളോട് അപ്പോൾ യോജിക്കണം എന്ന ആശയം. മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈവ് പോകുന്നുണ്ട്. വൈഫൈ കട്ടായിട്ടെ. ഹിജാബില്ലാതെ പരീക്ഷ എഴുതില്ല എന്ന് പറഞ്ഞ് കർണാടകയിലെ മുസ്ലിം മതമൗലികവാദികൾ ഉണ്ടാക്കിയ ബഹളങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമാനമായി കേരളത്തിലും മതമൗലികവാദം കുട്ടികളിലൂടെ വ്യാപിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. കോതമംഗലം സിറിയൻ കാത്തലിക് രൂപതയുടെ കീഴിലുള്ള കേരളത്തിലെ ഇവർക്ക് ഹിജാബ് ഇട്ട് പള്ളിയിൽ വരണം, കോളേജിൽ വരണം. കോളേജിൽ ഇവർക്ക് ഉച്ചയും കുത്തി നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബാങ്ക് വിളിക്കണം. പാഠഭാഗങ്ങളിൽ ഒരു പീരീഡ് മതം പഠിപ്പിക്കാൻ എടുത്താൽ അത്രയും നല്ലത്. മതപരമായ സംസ്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളെ കോളേജിൽ കൊണ്ടുവരാൻ കഴിയണം. ഈ ലക്ഷ്യത്തിന്റെ തുടക്കമാണിത്. എന്തായിരുന്നാലും ജോസഫ് മാഷിന്റെ കയ്യും കാലും പോയതോടെ ക്രിസ്ത്യൻ സഭ മനസ്സിലാക്കി ഇത് ഈ രൂപത്തിൽ പോയാൽ ശരിയാകത്തില്ല. പിന്നീടാണ് പൂഞ്ഞാറ് വിഷയം സംഭവിക്കുന്നത്, പാലാ ബിഷപ്പിന്റെ വിഷയം സംഭവിക്കുന്നത്. അപ്പൊ ഇവര് മനസ്സിലാക്കി ഇത് അനുവദിച്ചു കൊടുത്താൽ ഇന്നിവരെ പിന്നാമ്പുറം കാണിച്ചു, നാളെ ഇവർ ഉമ്മറം കാണിക്കുമെന്ന് പറഞ്ഞതുപോലെ ആവശ്യങ്ങൾ ഇനിയും അധികരിച്ചു വരും. അപ്പോൾ ഇത് മുളയിലേ നുള്ളണമെന്ന് ക്രിസ്ത്യൻ സഭകൾ തീരുമാനിച്ചതിന് അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ സ്വയം ഭരണാധികാരമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മല കോളേജ്. ഇവിടെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെച്ച് MSF SFI വിദ്യാർത്ഥികൾ. കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത്. കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്ന
തിന് തടസ്സമില്ല. എന്നിരിക്കെയാണ് കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന നിർബന്ധവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. കോളേജിലെ ക്ലാസ് മുറിയിൽ കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥിനികൾ നിസ്കരിച്ചിരുന്നു. ഇത് ശരിയായ നിലപാട് അല്ല എന്ന് അധ്യാപകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നത്. സമീപത്ത് തന്നെയുള്ള കോളേജ് ഹോസ്റ്റലിൽ നിസ്കരിക്കാൻ തടസ്സമില്ല. അധ്യാപകർ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നിട്ടും കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. കേരളത്തിൽ വളർന്നു വരുന്ന മതമൗലികവാദം വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്ന ചിലരാണ് ഈ ആവശ്യത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന വിമർശനം. ഒരു കോളേജിൽ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ വിദ്യാലയങ്ങളിലും നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലവും മസ്ജിദും വേണമെന്ന് ഇവരുടെ ഒരു തുടക്കം മാത്രമാണ്. അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഇത് ഇവരുടെ ടെസ്റ്റ് ഡോസ് ആണ്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇവർക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നിവർക്ക് അറിയണം. എന്നിട്ട് വേണം ഇവർക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കാൻ. ഓരോരോ സ്റ്റെപ്പുകളായി ഇവർ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരംഭം മാത്രമാണിത്. ഇപ്പോ നമുക്കറിയാം, ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങില് ഫ്രഞ്ച് അത്ലറ്റിന് ഹിജാബ് വിലക്ക് ഏർപ്പെടുത്തി. വിവാദമായി, രക്ഷയില്ല. പ്രത്യേകിച്ച് ഫ്രാൻസ് ആണ്. പിന്നീട് അവര് അതിനകത്ത് പങ്കെടുത്തില്ലേ? അതാണ്, ഇവരുടെ അജണ്ടകൾ നടപ്പിലാകില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ താനേ പത്തിമടക്കും. നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന്റെ മുമ്പില് ഒരു ചെക്കൻ പറഞ്ഞ വാചകം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എല്ലാ ക്രിസ്ത്യൻ മതവിശ്വാസികളും, എല്ലാ ഹിന്ദു മതവിശ്വാസികളും, മതമില്ലാത്തവരും, ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും, പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തികൾ, മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികളാകുന്ന മുസ്ലിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആ വാചകമുണ്ടല്ലോ, നമുക്കൊരുപാട് കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ അറിയിച്ചു തരും. അരിയും മലരും കുന്തിരിക്കവും പോലെ വലിയ ഒരു മുദ്രാവാക്യമാണത്. ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ? കുട്ടിയുടെ ചോദ്യമാ. അതായത് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഭൂരിപക്ഷമായില്ലേ? ഞങ്ങളുടെ സമുദായം ഇപ്പോൾ ന്യൂനപക്ഷ സമുദായമാണോ? 76 വർഷമായി, അതല്ലെങ്കിൽ 72 വർഷമായി ഇങ്ങനെ നമസ്കാരം എന്ന ഒരു ഏർപ്പാട് മത ആലയങ്ങളിൽ നടക്കുന്ന രൂപത്തിൽ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, മത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടപാട് നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷമായില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പ്രിൻസിപ്പൽ ജിസ്ക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ? നികുതി, മതനികുതി ഉണ്ടല്ലോ, അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളാൻ. ഇസ്ലാമിലെ സ്ത്രീ വിവേചനങ്ങൾക്കെതിരെ ഇവർക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ ആദ്യം സ്ത്രീകൾക്ക് ഒരു സമത്വം ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ ഒരു പള്ളി. ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഞാനൊരു പെണ്ണിനെ ചുംബിച്ചു, എന്ത് ചെയ്യണം? നിസ്കരിച്ചാൽ മതിയടാ, നബി പറഞ്ഞു കൊടുക്കുക. വേറൊരാൾ വന്നിട്ട് നബിയോട്, നബിയെ എനിക്ക് സ്വർഗം കിട്ടുവടാ. നബിയെ മോഷ്ടിച്ചാ കിട്ടുവടാ. വ്യഭിചരിച്ചാ കിട്ടുവടാ. നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാ മതി എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4-ൽ 54, 54-ൽ 445, 4-ാം വോള്യം 54-ാം അധ്യായം 445-ാമത്തെ ഹദീസ്. ആരെ വ്യഭിചരിച്ചാലും വേണ്ടില്ല, മോഷ്ടിച്ചാലും വേണ്ടില്ല, കൊള്ളയടിച്ചാലും വേണ്ടില്ല, എന്ത് ചെയ്താലും ശരി അനുയായികൾക്ക് സ്വർഗം ഉറപ്പാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ മതി. ആ സ്വർഗത്തിൽ അങ്ങനെ പോയാല് നിങ്ങൾക്ക് 80,000 ദാസന്മാരും 72 ഭാര്യമാരും കിട്ടും. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ളവർക്ക് കിട്ടുന്നതാ. അവിടെ ഒരു ഹൂറനെയെങ്കിലും നിനക്കൊക്കെ കിട്ടുമോ എന്നും നോക്കടി പെണ്ണുങ്ങളെ. പുരുഷന് 80,000 ദാസന്മാരെയും 72 ഭാര്യമാരെയും കൊടുത്തപ്പോൾ സ്ത്രീകളാകുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിൽ എന്താണുള്ളത് എന്നൊന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്ക്. അത് കഴിഞ്ഞിട്ടല്ലേ പള്ളിയിൽ നിങ്ങൾക്ക് റൂം വേണമെന്ന് പറയുന്നത് നമസ്കരിക്കാൻ? തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 4-ാം വോള്യം 12-ാമത്തെ ബുക്ക് 2562-ാമത്തെ ഹദീസ്. എന്താണ് ഈ പറയുന്നത്? സ്ത്രീകൾക്ക് ഒന്നുമില്ല, ട്രാൻസിനൊന്നുമില്ല, എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു എന്ന പുരുഷ പടച്ചോൻ. ആ പുരുഷ പടച്ചോനെ പോലെ തന്നെ ആ പടച്ചോൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രൂപത്തിൽ ഭോഗങ്ങളാണ് എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. 80,000 വേലക്കാരെന്തിനാ? എന്തോ അവർക്ക് അവിടെ ജോലി? ഈ 72 പെണ്ണുങ്ങൾ എന്തിനാ? ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നുമില്ല. സ്വർഗത്തിലെത്തിയ പുരുഷന്മാരൊക്കെ ഇപ്പൊ പടച്ചോനോട് പരാതി പറയുകയാണ്,
കാരണം കമ്പിയായി നിൽക്കുന്ന ലിംഗം കാരണം അവർക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റുന്നില്ല എന്ന് ഹദീസാണേ, ഞാൻ പറഞ്ഞതല്ലേ. അബൂ ഉമാമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും 72 ഭാര്യമാരെ നൽകും. അവർക്കൊക്കെ ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും. അയാൾക്കത് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗം ഉണ്ടായിരിക്കും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 4337 ഹദീസാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് 72 ഹൂറികളപ്പോ? നേരത്തെ എടുത്ത് കിടത്തിയേക്കല്ലേ, മത്തി അടുക്കി വെച്ചതുപോലെ. ഉദ്ധാരണം തീരാതെ അടുത്ത ഹൂറി എങ്ങനെ സമീപിക്കും? പിന്നെ എന്തിനാണ് ഊട്ടിക്ക് ടൂർ പോകാനാണോ മറ്റേ ഹൂറികൾ 71 തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് എന്തുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരമായിരിക്കുമെന്ന്, ഈ ലോകത്തിന് പുറത്തുള്ളതായിരിക്കുമെന്ന്, ഈ ലോകത്ത് നിങ്ങൾ അത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകുമെന്ന്. തെരഞ്ഞെടുക്കപ്പെട്ടവരായ മുസ്ലിം പുരുഷന്മാർ 70 ഹൂറികളെ കിട്ടുമെന്ന് അവർക്ക്. അവർക്കൊക്കെ വിശപ്പുള്ള യോനി ഉണ്ടായിരിക്കും. അൽ ഇത്തഖാനുൽ ഉലൂം, ഇത്തഖാൻ ഫിൽ ഉലൂം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. ഇത്തഖാൻ ഫിൽ ഉലൂം ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഖുർആനിനെ കുറിച്ചിട്ടാണ് കൂടുതലും പറയുന്നത്. 351 പേജിലുള്ളതാണ് ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ഖുർആനിന്റെ ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. നമ്മൾ ഈ അറിയുന്ന ഖുർആനും ഹദീസ് മാത്രമൊന്നുമല്ല, തഹ്സീറുൽ ഹദീസും ഉസൂലുൽ ഹദീസും ഉലൂമുൽ ഖുർആനും തഹഫീമുൽ ഖുർആനും അങ്ങനെ ഒരുപാട് കോഴ്സുകളും ഖുർആൻ വിജ്ഞാന പഠന ശാഖകളൊക്കെ ഉണ്ട്. ഹൂറികൾക്ക് യോനി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അയാൾ ഫ്രീ ആവണ്ടേ? ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പെണ്ണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ഇവിടെ നമസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഭർത്താവിന്റെ അട്ടിയും തൊഴിയും കൊന്നു, ഭർത്താവിനെ സുഖിപ്പിക്കുന്നു, ഭർത്താവ് എപ്പോ വിളിച്ചാലും സജ്ജരാണ്, കൃഷിക്ക് പോയി കിടക്കുന്നു, അയാൾ ചരിച്ചു കിടത്തുകയോ നൂത്ത് കിടത്തുകയോ എങ്ങനെ വേണമെങ്കിലും കിടത്തോട്ടെ, നമ്മൾ കൃഷിയിടമാണ്, എല്ലാം അതുപോലെ ചെയ്യുന്നു. നമുക്ക് എന്താണ് സ്വർഗമുള്ളത്? സ്വർഗത്തിൽ നമുക്ക് എന്താണുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്വർഗത്തിലുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് വർണ്ണിച്ച് മുഹമ്മദ് നബി അനുയായികളെ ജിഹാദിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 4332 ഹദീസാണ്. കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മാത്രം അനുയായികളെ സൃഷ്ടിച്ചു. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111 വചനം. ഭാര്യമാര് വസ്ത്രങ്ങളാകുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. ഭാര്യമാര് കൃഷിയിടങ്ങളാകുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകൾ നരകത്തിൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സ്ത്രീകളെ അടിമകളായി നിയന്ത്രിച്ച് അടക്കി ഭരിച്ച് അടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാ ഖുർആൻ പറഞ്ഞത്. പുരുഷന്മാർക്ക് വേണമെങ്കിൽ 2, 3 ഒക്കെ നീ കെട്ടിക്കൂടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. 2 പെണ്ണിൻ്റെതിന് തുല്യമായ ഒരു ഓഹരിയാണ് ഒരാണിനുള്ളത്. ഒരാണ് അതിന് പകരം 2 പെണ്ണ്. അനുസരണക്കേട് പെണ്ണ് കാണിക്കുമെങ്കിൽ പിടിച്ചു 2 പൊട്ടിച്ചോടാന്ന 4-ാം അധ്യായം 34 ഖുർആൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോട് ധൈര്യം തോന്നിയാൽ അവരെ അടിക്കാൻ മുഹമ്മദ് നബി അനുവാദം നൽകിയോ? അടിമ സ്ത്രീകൾ എമ്പാടുമുണ്ട്. അവരുമൊക്കെയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോളാൻ. വേശ്യാവൃത്തിക്ക് സ്ത്രീകൾ ആരെങ്കിലും മടിച്ചു നിന്നാൽ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ലാന്ന് 24-ാം അധ്യായം 33. ഭർത്താവുള്ള അടിമ സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് പഠിച്ചോനെ ബന്ധപ്പെടുന്നത്? ഒരു കുഴപ്പമില്ല. 4-24 വിശദീകരണമായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1456 ഹദീസിൽ അള്ളാഹു പറയുന്ന ഒരു കുഴപ്പമില്ല, പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ചെയ്തു. ഈ മതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അയാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ? ആ സ്ത്രീ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ച് സുഖമായ ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് 4-ാം അധ്യായത്തിൽ 23 അല്ലാഹു പറയുന്നത്. അതായത് തള്ളേ മോളെ ഒരുമിച്ച് കേട്ടാന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു? ഇസ്ലാമിലുടനീളമുള്ളത് സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണ്. ഇത്രയും സ്ത്രീ വിരുദ്ധതകൾ നിറഞ്ഞ ഗ്രന്ഥവും പേറിയിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ സ്ഥലം കൊടുത്തില്ല പോലും. ആദ്യം നമ്മുടെ മതത്തില് വിവേചനമില്ലാതെ ആണിനെയും പെണ്ണിനെയും ഒന്നുപോലെ കാണുന്ന രൂപത്തിൽ, ഒന്നുപോലെ അല്ലെങ്കിലും വേണ്ട, സ്ത്രീകളെ മനുഷ്യനായിട്ടെങ്കിലും കാണുന്ന രൂപത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോരെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നെഞ്ചത്തേക്ക് കയറുന്നത്?
അയ്യോ വൈഫൈ ഇപ്പൊ കട്ടാകും. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. നന്ദി.